കോൺഗ്രസ് നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഇപ്പോൾ റായ്ബറേലിയിൽ നിന്ന് മത്സരിക്കാൻ തീരുമാനിച്ചതോടുകൂടി വയനാട്ടുകാരോടും കേരളത്തിലെ ജനങ്ങളോടും BJP പറഞ്ഞ കാര്യം ഇപ്പോൾ ശരിവച്ചിരിക്കുക. രാഹുൽ ഗാന്ധി വയനാട്ടുകാരെ കബളിപ്പിക്കുന്നതിനായി വയനാട് എൻ്റെ കുടുംബമാണ്, വയനാട് എൻ്റെ രണ്ടാം വീടാണ്, ഇതാണ് തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ്, വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുമ്പ്, കേരളത്തിലെ പോളിംഗ് അവസാനിക്കുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധി മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം വ്യക്തമാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം, സ്ഥിരമായി അദ്ദേഹം ചെയ്യുന്ന ഇരട്ടത്താപ്പ് രാഷ്ട്രീയം, ജനങ്ങളെ പറ്റിക്കുന്ന രാഷ്ട്രീയം, അത് അദ്ദേഹം ഇവിടെയും ആവർത്തിച്ചു. വയനാട്ടിലെ പോളിംഗ് കഴിയുന്നത് വരെ രാഹുൽ ഗാന്ധി വടക്കേ ഇന്ത്യയിൽ നിന്ന് മത്സരിക്കുന്ന കാര്യം ജനങ്ങളിൽ നിന്നും മറച്ചുവെച്ചു. തുടർച്ചയായി രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 5 കൊല്ലവും രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചു. ഇപ്പോൾ രണ്ടാം പ്രാവശ്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വയനാട്ടുകാരെ സമ്പൂർണ്ണമായിട്ട് രാഹുൽ ഗാന്ധി വഞ്ചിച്ചിരിക്കുക. രാഹുൽ ഗാന്ധിയെ പിന്തുണച്ച UDFകാരും കോൺഗ്രസ്സുകാരും യഥാർത്ഥത്തിൽ ഇപ്പോൾ വിഡ്ഢികളാക്കപ്പെട്ടിരിക്കുക. അദ്ദേഹം അമേഠിയിലായിരുന്നു മത്സരിച്ചതെങ്കിൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചു പിടിക്കാനുള്ള രാഷ്ട്രീയ ദൗത്യം എന്ന് വിശേഷിപ്പിക്കാമായിരുന്നു. എത്രയോ വർഷം സ്വന്തം കയ്യിലിരുന്ന അമേഠി കഴിഞ്ഞ തവണ പരാജയപ്പെട്ടിട്ട് ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ പോവാത്ത രാഹുൽ ഗാന്ധിയെപ്പോലൊരു ഭീരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വേറെ ഉണ്ടാവില്ല. അദ്ദേഹം അമേഠിയിലായിരുന്നു മത്സരിച്ചതെങ്കിൽ പറഞ്ഞാലൊരു ന്യായം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ മാത്രമാണ് തോറ്റത്, ഇത്തവണ ആ മണ്ഡലം തിരിച്ചു പിടിക്കും, കോൺഗ്രസ് തിരിച്ചുവരവിൻ്റെ പാതയിലാണ് എന്നൊക്കെ പറയാമായിരുന്നു. അമേഠിയിൽ മത്സരിക്കാതെ കഴിഞ്ഞ തവണ വിജയിച്ച ഏക സീറ്റായ റായ്ബറേലിയിൽ മത്സരിച്ചതോടുകൂടി രാഹുൽ ഗാന്ധിയുടെ ഭീരുത്വം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ലായ്മ, ഒരു പ്രതിപക്ഷത്തിൻ്റെ നേതാവായിട്ട് പോരടിക്കാനുള്ള ഒരു ആർജവമില്ലായ്മയാണ് കാണിച്ചിരിക്കുന്നത്. അദ്ദേഹം റായ്ബറേലിയിലും തോൽക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇപ്പോൾ രാഹുൽ ഗാന്ധി ജനങ്ങളെ വഞ്ചിക്കുന്ന കാര്യത്തിൽ, ആളുകളെ കബളിപ്പിക്കുന്ന കാര്യത്തിൽ അവാർഡ് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ അവാർഡ്, ഓസ്കാർ അവാർഡ് കൊടുക്കേണ്ട ആളാണ് രാഹുൽ ഗാന്ധി. ഓസ്കാർ അവാർഡിന് അർഹനാണ് രാഹുൽ ഗാന്ധി. തനി നാടകമാണ് അദ്ദേഹം ഇവിടെ കാണിച്ചത്. ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത്. എന്നിട്ട് അമേഠിയിൽ മത്സരിക്കാതെ ഇപ്പോൾ റായ്ബറേലിയിൽ പോയി മത്സരിച്ചിരിക്കുക. രാഹുൽ ഗാന്ധിയുടെ ഇരട്ടത്താപ്പും വഞ്ചനയും ഇത്തവണത്തെ വയനാട്ടിലെ പോളിംഗിൽ ശക്തമായി പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവസാനം വയനാടും റായ്ബറേലിയും കൈവിടുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്.